ഈ ഇളിയ കലാകാരന്റെ വീഡിയോ ഛായയിലേക്ക് വിളിക്കണം. കുറച്ചുകൂടെ മാറട്ടെ, ബാക്കിയെല്ലാം കുറച്ചുകൂടെ ടോൺ കുറച്ച് ഇറക്കിയിട്ട് നിങ്ങളുടെ വലിയ വലിയ വീഡിയോകളിൽ ഒരു കുഞ്ഞു റോൾ എവിടെയെങ്കിലും വല്ല പിച്ചക്കാരുടെ റോൾ എന്നാലും മതിയടാ. അഭിനയിച്ച റോളിനെ പറ്റി നല്ല രസമുണ്ടായിരുന്നു. നല്ല ഡയലോഗ് പറഞ്ഞാലും മതി. നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല വളരെ എന്താ പറയാ കൺവിൻസിങ് സ്റ്റാർ ആയിട്ട് മക്കളെ ഇത് തന്നെയാണ്. കൊച്ചിന്റെ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്നത് ഇതുപോലെ പൈസ വാങ്ങിച്ചു തരാത്ത ഒരുപാട് ആൾക്കാർ ഇതേപോലുള്ള താടകമാണ്. ഇനിയെങ്കിലും ആ പൈസ കാലി കൂടെ തേയില വീണ് തലയിൽ കൂടെ തേങ്ങ വീണെന്നൊക്കെ പറഞ്ഞോണ്ട് നൈസായിട്ട് സെന്റ് എടുത്ത് വീഴ്ത്തു. ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞപ്പോ കണ്ണി മാങ്ങ എന്താ മാങ്ങയെല്ലാം കൂടെ തിന്നോണ്ടിരിക്കുന്നു. നമുക്ക് ഒരു ചെറിയ റോള് തന്നതിന് നന്ദി. കൊച്ചിനും മക്കൾ നന്ദി പറയൂ. താല്പര്യമില്ലാതെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ഫിനാൻസ് ഏജന്റുമാർക്കും ഇതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അവർക്ക് എല്ലാവർക്കും ഇത് റിലേറ്റബിൾ ആവുന്ന സാധനമാണ്. അവരുടെ ഒരു സിറ്റുവേഷൻ അവർക്ക് എല്ലാവരിടത്തും എല്ലാ വീടുകളിലും പോയി ഇങ്ങനെ കിടന്ന് കെഞ്ചി അവരിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവരുടെ ടാർഗറ്റ് ക്ലോസ് ചെയ്ത് മാനേജറിന്റെ വായിരിക്കണം എല്ലാം കേട്ടിട്ടും അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് അവർ കടം വാങ്ങിച്ച് പിന്നെയും ഇവരുടെ സിസിയും ഇവരുടെ EMI എമൗണ്ട് എല്ലാം അടച്ച് തീർക്കുന്നത് അത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. നമ്മളുടെ കൂടെ ഉള്ള കുറെ പയ്യന്മാർ തന്നെ ഈ സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു പയ്യനാണ് ഈ ബാഗ് തന്നത്. താങ്ക്സ് ഫോർ ഈ ബാഗ് ഗീവിങ്. എന്തായാലും അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ വീഡിയോ. താങ്ക്സ് ഫോർ എല്ലാവരും വന്ന് അഭിനയിച്ചത് താങ്ക്സ്. നീയോ ഞാൻ കുഞ്ഞിനെ ഒന്ന് കിടത്തിട്ട് വരട്ടെ. ചേച്ചി എന്ത് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? കഴിഞ്ഞ 2 മാസത്തെ അടവ് എന്റെ ശമ്പളത്തിൽ നിന്നാണ് ഞാൻ അടച്ചോണ്ടിരിക്കുന്നത്. എടാ ഞാൻ ഉണ്ടായിട്ട് തരാത്ത അല്ല, ചേട്ടൻ്റെ കാലിൽ കൂടെ ടൈല് വീണിട്ട് 1 മാസമായി ജോലിക്ക് പോയിട്ട്. നിങ്ങളെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് ബാങ്കിൽ നല്ല പ്രഷറുണ്ട്. എനിക്ക് 2 മാസത്തെ പൈസ ഇന്ന് കിട്ടിയേ പറ്റൂ. എടാ എൻ്റെ കുഞ്ഞിനൊട്ടും സുഖമില്ലായിരുന്നു, കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ടാ. അപ്പൊ ഈ മാസത്തെ ഞാൻ അടയ്ക്കണോ അല്ലേ? എടാ ഇത്തവണത്തെയും കൂടെ നീ ഒന്നടക്കി. എനിക്കൊരു ചിട്ടിയുണ്ട്, അത് കിട്ടിയ ഉടനെ ഞാൻ നിനക്ക് തരാം. ഇപ്പം നീ ഒന്ന് ചെല്ല്. ഞാൻ ഇപ്പൊ പോണു. അടുത്ത വട്ടം വരുമ്പോൾ പൈസ തന്നില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പ്രതികരണം. എടാ ഒരു 4000 രൂപ എടുക്കാൻ കാണൂ. എടാ നീ ഇൻസെന്റീവ് കട്ടാവെന്ന് പറഞ്ഞോണ്ട് നാട് മൊത്തം കടം വാങ്ങിച്ചോണ്ടാണ്. എടാ അവര് നിന്നെ പറഞ്ഞ് പറ്റിക്കണായിരിക്കോടാ. അല്ലടാ അവര് കുറച്ച് കഷ്ടത്തിലാണെന്ന് തോന്നുന്നു. ഈ മാസം കൂടെ അല്ലേ നീ എവിടെ നീ സെറ്റ് ആയിത്താ. എടാ ഇത് തന്നെ നീ എല്ലാ മാസം പറയണത്. പറയുമ്പോ നിനക്ക് വലിയ ബാങ്കിലെ ജോലി. എടാ നിനക്ക് വേണ്ടി ഞാൻ പൈസ ഉണ്ടാത്ത ഒരുത്തനെങ്കിലും ഉണ്ടാടാ. ഓ നീ ഞാൻ നോക്കട്ടെ. ശരി നീ പൈസ ഒന്നുമില്ല, നീ ആ പയ്യനെടുത്ത് കൊടുക്കാത്തത്. അടുത്ത മാസം മാമന്റെ മോളെ കല്യാണമാണ്. കുടുംബക്കാരെ മുമ്പിൽ നാണം കിടാനൊന്നും പറ്റൂല. അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. അത് മാത്രമല്ല ഒരു പരിചയമില്ലാതെ നമുക്ക് വേണ്ടി 2 മാസത്തെ പൈസ അടച്ചില്ലേ. ആ ചെറുക്കിന് നല്ല ശമ്പളമൊക്കെ കാണും.